കുട്ടികളൊക്കെ ലേശം കൊണ്ട് വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി, അത്യാവശ്യം പൈസ അയക്കാൻ തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. വാപ്പാക്ക് പിന്നെ ആ പെരയിൽ ഒരു റൂളും ഇല്ല. ആകെ മൂപ്പർക്ക് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. രാവിലെ മാർക്കറ്റ് പോയിങ്ങാണ്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നഴ്സറിക്ക് പോകാൻ വേണ്ടി മാറ്റിയൊരുങ്ങിയാൽ ബസ് കയറ്റി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോൾ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിങ്ങാണ്ട് മുത്തല്ലിമീങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല, കഴിഞ്ഞ പരിപാടി. ആ പെരയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാനോടൊരു അഭിപ്രായം കൂടിയും ചോദിക്കൂല. ഉമ്മയും കുട്ടികളും കൂടി ഒന്നായി ഒരു അഭിപ്രായം ചോദിക്കൂല. വാപ്പാനെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റാം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന ഹബീബുന റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിലെ നടുക്കത്തെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നീ ഉണ്ടാവണം എന്ന തീരുമാനം വാപ്പാൻ്റെതാണ്, ഉമ്മാൻ്റെതല്ല. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അത് വാപ്പാൻ്റെ സാന്നിധ്യമാണ്, ഉമ്മാൻ്റെ സാന്നിധ്യമല്ല. നീ ഉണ്ടാവണം എന്നത് വാപ്പാൻ്റെതാണ് തീരുമാനം, ഉമ്മാൻ്റെതല്ല. വാപ്പാൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ ഖുദ്റത്തുമായി കെട്ടുപെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. നിന്റെ കാരണക്കാരൻ ആണാവട്ടെ പെണ്ണാവട്ടെ, നിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് വാപ്പ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഉമ്മാനെ പറ്റി പറയാൻ എല്ലാവരും ഉണ്ട്, വാപ്പാനെ പറ്റി പറയാൻ ആരുമില്ല. വാപ്പയും പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉമ്മാക്കുള്ള എല്ലാ പദവിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ കൂലിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും വാപ്പാക്കുണ്ട്. അതുകൊണ്ട് വാപ്പയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉമ്മ വാപ്പ. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾ ഭക്ഷണം വിശാലമാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയൻസഅ ലഹു ഫീ അസരിഹി, ആയുസ് ദീർഘമാവണം എന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാപ്പയമ്മയും പ്രധാന. ഗൾഫ് കുടുംബം കുറേ ഉള്ളതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, നിർബന്ധമായും അള്ളാഹുവിൻ്റെ ശാപം അവനുണ്ടായിരിക്കും. വൽ മലായികത്തി, മലക്കുകളുടെ ശാപവും ഉണ്ടായിരിക്കും. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്നാണ്. ഉമ്മാൻ്റെ കാലിൻ്റോട്ടാണ് സ്വർഗം. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഉമ്മാൻ്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു. ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ച് അടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുമ്പിട്ടിക്കേണ്ടി വരും എടുക്കണമെങ്കിൽ. കാലിൻ്റെ തൊട്ടാണല്ലോ അത്. കയ്യിലാവുമ്പോൾ നേരെ നിന്നുകൊണ്ട് വാങ്ങാം.